മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് നേതാവും പകുതിവില തട്ടിപ്പിൽ പ്രതിയുമായ ലാലി വിൻസെന്റ്. അനന്തു കൃഷ്ണന് പോലീസിനെ കാണാൻ സഹായം നൽകിയത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം ആണെന്നാണ് ആരോപണം. നവകേരള സദസ്സിലേക്ക് അനന്തു 7 ലക്ഷം രൂപ നൽകിയെന്നും ലാലി പറയുന്നുണ്ട്. പ്രതികരണത്തിലേക്ക് ആദ്യം. അനന്തുവിനെ എല്ലാ പാർട്ടിയിലുമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്കുമായിട്ട് ബന്ധവും ഉണ്ടായിട്ടുണ്ട്. വളരെ പേർക്ക് പണം നൽകിയിട്ടുമുണ്ട്. അനന്തു മാർക്സിസ്റ്റ് പാർട്ടിയിലെ പല നേതാക്കന്മാർക്കും പണം നൽകിയിട്ടുണ്ട്. അതെല്ലാമാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനന്തു നവകേരള സദസ്സിനെ പണം നൽകിയതായി അക്കൗണ്ടിലും കാണാം. അനന്തു അത് പോലീസിനോട് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായ മുൻ ചീഫ് സെക്രട്ടറി എബ്രഹാം ആണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കണ്ട് പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി ഇവർക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തത്. അദ്ദേഹത്തിന്റെ ബന്ധുവാണ് കോഴിക്കോടുകാരൻ ബേബി നാഷണൽ NGO കോൺഫെഡറേഷന്റെ ട്രസ്റ്റിന്റെ ഭാഗമാണ്. ഇവരുടെ എല്ലാം അക്കൗണ്ടിലേക്ക് കോടികൾ പോയിട്ടുണ്ട്. നവകേരള സദസ്സിന് വേണ്ടി പ്രിന്റർ ഷോപ്പിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് 7 ലക്ഷം രൂപ ഇട്ടു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് അക്കൗണ്ടിൽ കൂടാണ്. ഈ പ്രിന്റർ ഷോപ്പ് എന്താണെന്നൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. പ്രിന്റർ ഷോപ്പിന്റെ ഭാര്യ ആരാണ്, പ്രിന്റർ ഷോപ്പ് എന്താണ് എന്നൊക്കെ അക്കൗണ്ടന്റ്മാര് പോലീസിന് കണക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അക്കൗണ്ടന്റ്മാരുടെ കണക്കുണ്ടല്ലോ, അവരാണല്ലോ പ്രിന്റർ ഷോപ്പിന്റെ ഭാര്യ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യേണ്ടവര്. ഐഡന്റിഫൈ ചെയ്യും. ലേബി സജിന്ദ്രൻ വിവരങ്ങളുമായി. ലേബി, ഇപ്പോൾ ലാലി വിൻസെന്റ് താൻ ഒറ്റയ്ക്കല്ല, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസിലെ ചില നേതാക്കൾ മാത്രമല്ല വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളുമായി അനന്തുവിന് ബന്ധമെന്ന് പറയുന്നു. അതോടൊപ്പം KM എബ്രഹാമിനെതിരെയും പറയുകയാണ്. KM എബ്രഹാമിന് എന്തു പങ്കാണ്? അതോടൊപ്പം നവകേരള സദസ്സിന് എത്ര രൂപ നൽകി അനന്തു എന്നാണ് ഇപ്പോൾ ലാലിയോട് പറഞ്ഞിട്ടുള്ളത്? സ്മൃതി, ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് ലാലി വിൻസെന്റ്. കാരണം ഈ നാഷണൽ NGO കോൺഫെഡറേഷന്റെ സാമൂഹിക ക്ഷേമ പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്ന അനന്തു കൃഷ്ണന്റെ PSIയുടെ ലീഗൽ അഡ്വൈസറാണ് ലാലി വിൻസെന്റ്. മാത്രമല്ല അനന്തു കൃഷ്ണനുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളുമാണ്. ഇപ്പോഴും അനന്തു കൃഷ്ണനെ തള്ളിപ്പറയാത്ത ആൾ എന്നും പറയാം. അനന്തകുമാർ ഉൾപ്പെടെയുള്ളവർ തള്ളിപ്പറഞ്ഞപ്പോഴും ലാലി വിൻസെന്റാണ് അനന്തു കൃഷ്ണനൊപ്പം ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഘട്ടത്തിൽ ലാലി വിൻസെന്റ് ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് KM എബ്രഹാം, മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം നിയമസഹായം അനന്തുവിന് നൽകിയിട്ടുണ്ട്. അതായത് ഒക്ടോബർ 3 മൂവാറ്റുപുഴ സ്റ്റേഷനിൽ അനന്തു കൃഷ്ണനെതിരെ ആദ്യം പരാതി വരുന്നത്. ഈ പരാതിയെ തുടർന്ന് അനന്തു കൃഷ്ണന്റെ ഈയാട്ടുമുക്കിൽ എറണാകുളം MG റോഡിലുള്ള ഈയാട്ടുമുക്കിലെ ICICI ബാങ്കിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെതിരെ പരാതി നൽകുന്നതിനാണ് അനന്തു കൃഷ്ണനും ഒപ്പം തന്നെ ബേബിയാണ് ഇതിൽ ഡയറക്ടർമാരിൽ ഒരാളാണെന്ന് ലാലി വിൻസെന്റ് പറയുന്നു. ഈ ബേബിയാണ് KM എബ്രഹാമിന്റെ ബന്ധു. ഈ ബേബിയും അതുപോലെ തന്നെ ഇതിൽ മറ്റൊരാളും ചേർന്ന് ഇവർ 3 പേർ ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. ഇതിന് വേണ്ട DIGയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. DIGയുടെ അടുത്തുനിന്ന് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തത് KM എബ്രഹാം ആണെന്നാണ് ഇപ്പോൾ ലാലി വിൻസെന്റ് പറയുന്നത്. അതുമാത്രമല്ല, മറ്റൊരു ഗുരുതരമായ ആരോപണം, മറ്റു പല രാഷ്ട്രീയ നേതാക്കളുമായും അനന്തു കൃഷ്ണന് അടുത്ത ബന്ധമുണ്ട്. അതിൽ പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്, ഒന്ന്, നവകേരള സദസ്സിന്റെ സമയത്ത് നവകേരള സദസ്സിലേക്ക് 7 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. ഇത് പ്രിന്റർ ഷോപ്പ് എന്ന് പറയുന്ന എന്നാണ് ലാലി വിൻസെന്റിനോട് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രിന്റർ ഷോപ്പിന്റെ ഉടമ, അയാളുടെ ഉടമയുടെ വൈഫിന്റെ അക്കൗണ്ടിലേക്കാണ് ഈ പൈസ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ പണം ഇടപാടുകൾ രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെട്ട് അനന്തു കൃഷ്ണൻ നടത്തുന്നുണ്ട്. അതുമാത്രമല്ല, ആനന്ദകുമാറിനെ തുടക്കത്തിൽ സ്മൃതി ഓർക്കേണ്ട കാര്യമുണ്ട്. ആനന്ദകുമാറിനെ ആദ്യം അനുകൂലിച്ച് പറഞ്ഞ ആളാണ് ലാലി വിൻസെന്റ്. എന്നാൽ ലാലി വിൻസെന്റ് ആണ് അനന്തു കൃഷ്ണനെ തനിക്ക് പരിചയപ്പെടുത്തിയത് എന്നുള്ള വാക്ക് കേട്ടതോടുകൂടി ലാലി വിൻസെന്റ് അത് പ്രകോപിതയായും തിരിച്ചു പറയുകയുമാണ് ചെയ്തത്. അതായത് ആനന്ദകുമാർ നന്നായി സാമ്പത്തികമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അനന്തു കൃഷ്ണനെ എന്ന് തന്നെയാണ് ലാലി വിൻസെന്റ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആനന്ദകുമാർ ഇതുമായി ബന്ധപ്പെട്ട ഈ പാതിവില സ്കൂട്ടർ, ഇരുചക്ര വാഹനങ്ങളുടെയൊക്കെ വിതരണം നടക്കുന്ന സമയത്ത് ഓരോ വാഹനത്തിൻ്റെയും വിലയുടെ അനുപാതം അനുസരിച്ച് ഇതിന് ആനുപാതികമായുള്ള പൈസ, അതായത് 2000-ഉം 3000-ഉം ഒക്കെ വെച്ച് ഓരോന്നിൻ്റെയും സർവീസ് ചാർജ് ഇനത്തിൽ ഈടാക്കി തനിക്ക് നൽകണമെന്ന് അനന്തകുമാർ ആവശ്യപ്പെട്ടു. അത് അനന്തകൃഷ്ണനോട് നൽകരുത് എന്ന്, ഇതിനൊരു ഡീലില്ലാതെ, ഇതിന് രേഖയില്ലാതെ നൽകരുത്
എന്ന് ഉപദേശിച്ചത് താനാണ്. തന്റെ വാക്ക് കേട്ടുകൊണ്ട് കൊടുക്കാതിരുന്നപ്പോൾ ആനന്ദകുമാർ ക്ഷുഭിതനാവുകയാണ് ചെയ്തത്. അത്തരത്തിൽ ഇത് ചെറിയ കണക്കാണ്, അതിൽ ഉപരിയായി വലിയ ഇടപാടുകൾ ആനന്ദകുമാറുമായി നടത്തിയിട്ടുണ്ട്. ആനന്ദകുമാർ സാമ്പത്തിക നേട്ടത്തിനായി അനന്തു കൃഷ്ണനെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ലാലി വിൻസെന്റ് പ്രധാനമായും പറയുന്നത്. ടെക്നോ പാർക്കിൽ ഇപ്പോൾ ആനന്ദകുമാർ നിർമ്മിക്കുന്ന ഒരു പ്രോജക്റ്റിൽ അനന്തുവിന് വലിയ പങ്കുണ്ട്. അതിന്റെ വലിയ ഷെയർ അനന്തുവാണ് നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ ആനന്ദകുമാറിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സായി ഗ്രാമത്തിനും അതുപോലെ തന്നെ ആനന്ദകുമാറിന്റെ മറ്റ് പദ്ധതികൾക്കുമെല്ലാം അനന്തുവിന്റെ വലിയ സഹായമുണ്ട്. അനന്തുവിനെ സാമ്പത്തികമായി വലിയ രീതിയിൽ തന്നെയാണ് ആനന്ദകുമാർ ഉപയോഗിക്കുന്നത്. ആനന്ദകുമാർ ഈ കേസിൽ ഒട്ടും ജെനുവിനല്ലാത്ത ആൾ എന്നുള്ള രീതിയിലുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ലാലി വിൻസെന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഈ കേസിൽ വളരെ നിർണായകമായ റോൾ ആനന്ദകുമാറിനുണ്ട്. ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ഈ വലിയ ആനന്ദകുമാറിനെ പ്രതി ചേർക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിന്റെ സൂചനകൾ ലഭിക്കുന്നുണ്ട്. ലേബി, ഇപ്പോൾ ഈ NGO കോൺഫെഡറേഷന്റെ ആൾ എന്നുള്ളത് ആനന്ദകുമാറാണ്. ഈ സ്കൂട്ടർ പരിപാടിയിലേക്ക്, ഈ ചെയിൻ പരിപാടിയിലേക്ക് അനന്തുവിനെ നിശ്ചയിച്ചത് എന്നടക്കമുള്ള വിവരങ്ങൾ ഇതിനകം പുറത്തു വരുന്നുണ്ട്. ആ ബന്ധം എവിടേക്കൊക്കെ എത്തിയിരിക്കുന്നു, ഏതൊക്കെ തലത്തിലേക്ക് എത്തിയിരിക്കുന്നു, അനന്തുവിനെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ വരെ എത്തിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. മാത്രമല്ല അനന്തകുമാറിന് എല്ലാവർക്കിടയിലും സ്വാധീനമുണ്ട്. ഒരു സാത്വികനായ മനുഷ്യൻ എന്ന രൂപത്തിലുള്ളൊരു തോന്നലാണ് എല്ലാവർക്കുമുള്ളത്. അങ്ങനെയാണ് നേരത്തെ പലരും പ്രതികരിച്ചിരുന്നത്. ആ വിശ്വാസത്തിൽ അനന്തുവിന് പണം നൽകിയെന്ന് പറഞ്ഞവരും നിരവധിയാണ്. ഈ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ ലേബി അന്വേഷിക്കുക. ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് ലാലി വിൻസെന്റ് ആണ്. ലാലി വിൻസെന്റ് കേസിൽ 7ാം പ്രതിയാണ് കണ്ണൂരുള്ള തട്ടിപ്പിൽ. അപ്പോഴാണ് പല പേരുകളും ലാലി വിൻസെന്റ് വെളിപ്പെടുത്തുന്നത് എന്നുള്ളതാണ്.